കമൽ, ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. അത് മാത്രമല്ല, പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. പല താഴ്ന്ന പ്രദേശങ്ങളും പ്രത്യേകിച്ച് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. എവിടെയെങ്കിലും ക്യാമ്പൊക്കെ തുറക്കേണ്ട സാഹചര്യമുണ്ട്? ഈ മഴ മുന്നറിയിപ്പ് കുറച്ച് ദിവസം കൂടി ഉണ്ട് ജില്ലയിൽ. ആര്യ, ജില്ലയിൽ എവിടെയും അത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലവിലില്ല. ഈ ക്യാമ്പ് തുറന്നിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിലാണ്. അവിടെ ഈ ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ സാധ്യത മുൻകരുതൽ എന്ന നിലയിലാണ് 5 കുടുംബങ്ങളിലെ 15 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. നദികൾ കരകവിഞ്ഞുള്ള വെള്ളപ്പൊക്ക ഭീഷണി നിലവിൽ ഇല്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. മഴ തുടരുകയാണെങ്കിൽ അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശക്തമായ മഴ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചത് വയനാട്ടിലെ കള്ളാടിയിലും അതിനടുത്തുള്ള പുത്തുമലയിലുമാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ മുണ്ടക്കൈയിലൊക്കെ വലിയ രീതിയിൽ ഭീഷണി ഉണ്ടായത്. ഇന്ന് പുലർച്ചെ തന്നെ ആളുകളെ അവിടെ നിന്ന് മാറ്റി. മുണ്ടക്കൈയിൽ വനമേഖലയിൽ മണ്ണിടിഞ്ഞതായി സംശയമുണ്ടായിരുന്നു. ആ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് പുഴയിലൂടെ വലിയ രീതിയിൽ വെള്ളം കലങ്ങി ഒഴുകിയത് എന്ന് രാവിലെ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ആളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കുത്തൊഴുക്ക് ഉണ്ടായത്. മറ്റൊന്ന്, ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഡാമിൽ ഇല്ല. ഇനിയും 50 സെന്റിമീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ മാത്രമാണ് ഒരു ഷട്ടറെങ്കിലും തുറക്കേണ്ടി വരിക. അതും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമായിരിക്കും ഷട്ടർ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുക എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. പുഴകളിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഡാം തുറക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാക്കാൻ നിലവിൽ സാധ്യതയില്ല. മഴ കനത്ത് പെയ്താൽ മാത്രമാണ് ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പുഴകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അത് ജനവാസ മേഖലകളെ ബാധിക്കാൻ സാധ്യതയില്ല. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ഉച്ചയ്ക്ക് ശേഷം ചില മേഖലകളിലെങ്കിലും നേരിയ രീതിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നത് ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഈ മലയോര മേഖലയിൽ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. ആര്യ, ശരി, വയനാട്ടിലെ ഒരു പൊതു സാഹചര്യമാണ് കമൽ നമുക്ക് പറഞ്ഞു തന്നത്.